അമ്മോ ഞങ്ങളങ്ങനെ ഒരു കൊളംബോയുടെ മെയിൻ മാർക്കറ്റാണ്. അതായത് ലോക്കൽ ആയിട്ടുള്ള സെറ്റപ്പും ഉണ്ട്, ഐയും ഉണ്ട്. അതായത് ചീപ്പ് ആൻഡ് ബെസ്റ്റ്. അവിടെ ദുബായ് ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പുകളാണ് ഫുള്ള്. അതായത് ശരിക്കും ടൂറിസ്റ്റ് ഏരിയ പോകുന്നതിനേക്കാളും അടിപൊളിയായി വൈബ് ഉണ്ട് കേട്ടോ. അതെ അതെ, പക്ഷെ കാണാനും ടൂറിസ്റ്റ് ഏരിയകൾ എല്ലാരും പോയി കണ്ട്. നമ്മൾ യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് വെറൈറ്റി പിടിച്ചു വരിക, വെറൈറ്റിയാണ്. പക്ഷെ ഇത് ഇവിടെ കൂടുതലും ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. ചൈനയിൽ നിന്ന് വരുന്നത് ആണ്, ഇന്ത്യയിൽ നിന്ന് പറയുകയാണ് ഡ്രസ്. ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്, പക്ഷെ കൂടുതലും ചൈനയാണ്. വണ്ടി നിർത്താൻ പറ്റിയ ഒരു സ്ഥലം വന്നപ്പോ ഞങ്ങൾ എന്റെ കൊച്ചിന് ഞാൻ മേടിച്ചു കൊടുത്ത ഡിസ്പെൻസറാ. ഇതിന് അവിടെ എത്രയായിരുന്നു അറിയോ? 200. ഹൗ മച്ച്? 500. അതായത് നമ്മൾ അവിടെ മേടിച്ച പൈസ തന്നെ, സെയിം വിലയുള്ളൂ. ഇത് മെന്നാന്ന് നമ്മുടെ ബത്തേരി ഫെസ്റ്റ് നടക്കുന്നില്ലേ, അവിടെ പോയപ്പോ കൊച്ചിനൊരെണ്ണം മേടിച്ചു കൊടുത്തിരുന്നു. വെള്ളം ഉണ്ടല്ലോ, അത് ഗ്ലാസ്സിൽ ഇതിങ്ങനെ വരും. ഇതാ കണ്ടോ? ശരി ശരി, കണ്ടോ? ഗ്ലാസ് പിള്ളേർക്ക് കളിക്കാനുള്ള സാധനം വിത്ത് ഗ്ലാസ് ആണല്ലേ. ഇതെന്താ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, ഇതെന്താ നോക്കാം നമുക്ക്. അണ്ണാ 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 ഇതെന്നാ? ഇത് പൈനാപ്പിൾ ഇത് വാങ്ങാം. ഇത് എവ്വളോ വരും? ഇത് രണ്ട് പൈനാപ്പിള്. നമ്മുടെ നാട്ടിൽ മുളക് പൊടി ഉപയോഗിക്കുന്നു, ഇവിടെ ക്രഷ് ഉപയോഗിക്കുന്നു അല്ലേ. ഇത് സ്റ്റാർ ഫ്രൂട്ടാ? അതില്ല, എനിക്ക് മനസ്സിലായില്ല എന്താണ്. എനിക്ക് മനസ്സിലായി. ആർക്കെങ്കിലും അത് പറഞ്ഞ മനസ്സിലായി ഒന്ന് പറഞ്ഞേ. അതെ, ഞങ്ങള് പേരക്കയും പൈനാപ്പിളും ആട്ടോ വാങ്ങിയത്. എടാ അത് കൂട്ട് രണ്ടെണ്ണം മേടിച്ചാലോ? 2 പീസ് ടേസ്റ്റ് ചെയ്യാൻ. എന്താ സാധനം ഒന്ന് മനസ്സിലാവോന്ന് അറിയാം, നമ്മുടെ നാട്ടിലുണ്ടോ? കുരുമുളക് അല്ലേ? എന്ത് സാധനം? ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഉള്ളിൽ എന്താ നാരുണ്ട്, നല്ല പുളി. എനിക്കിവിടെ വേറൊരു കാര്യം മനസ്സിലായെന്താ അറിയാം, വണ്ടിക്കാർ തമ്മിൽ തെറിവിളി അങ്ങനത്തെ ഒരു ഭയങ്കര കൂട്ടാ. എല്ലാരും ഇപ്പൊ നമ്മുടെ ചേട്ടൻ ആ ചേട്ടനോട് ചേട്ടൻ ഞാൻ ഒന്ന് അപ്പുറത്തേക്ക് പൊക്കോട്ടെ, പോയിക്കോട്ടെ, വേറൊരു അക്ഷരം ഇല്ല ഇത് അല്ലേ. കണ്ടോ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെ കുത്തി വെക്കണമെങ്കിൽ എന്നാലും ആരും ചോദിച്ചാലും അത് സമ്മതിക്കില്ല. കൊളംബോയിലെ കസ്റ്റംസ് ഓഫീസാണ് ഇതെല്ലാം. എന്റെ എൻട്രി ആണ് ശ്രീലങ്കൻ കസ്റ്റംസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ രാവിലെ ബസ്സുകാരെ കൊണ്ട് ഇറക്കി വിട്ട സ്ഥലം കേട്ടോ. ഞങ്ങൾ ജാഫ്നയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു. എന്നിട്ട് ഇവിടെ തിരിഞ്ഞ് നടന്ന് അവസാനം ഞങ്ങളവിടെ നമ്മുടെ മെട്രോ സിറ്റി ഹോട്ടലിലെത്തി. നമ്മൾ അടുത്തത് പോകുന്നത് കൊളംബോയിലെ ലോട്ടസ് ടവറിലേക്കാണ് കേട്ടോ. കൊള്ളാലോ അല്ലേ? കട്ടിയിലായി. ഓ എന്ത് ഹൈറ്റ് അല്ലേ ഇത്? എത്ര അടി ഹൈറ്റ് വരും? 3 മിനിറ്റ് ഇതിന്റെ മേലെ போனா என்ன இருக்கு பக்கத்துக்கு? பாக்குறதுக்கு கொலம்போ சிட்டி தான் பாக்குறதுக்கு. அவ்வளவுதான், சிட்டி தான். வெளியில இருக்குது சுத்த இடம் ഉണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ എല്ലാം എടുത്ത് കാണാം, അല്ലാണ്ട് വേറൊന്നുമില്ല. നമ്മളിപ്പോ ഇവിടെ കേറിയില്ലേ, നമ്മുടെ ബുദ്ധയുടെ അഭിനയ ലൈറ്റ് ഹൗസിന്റെ ഒക്കെ അവിടെ കേറിയില്ലേ, അത് തന്നെ സെയിം. അതിന് വേണ്ടിട്ട് ഇപ്പൊ 2500 കൊടുക്കണോ? വേണ്ട. അതായത് 2000 കേറണമെങ്കിൽ ഇന്ത്യൻ മണി 2500 രൂപ വേണമെന്നാ പറഞ്ഞോ. ഇന്ത്യൻ മണി അല്ലടോ, ഇന്ത്യൻ മണി 2000. ഇവിടുത്തെ 6000. ഇവിടുത്തെ $20. ഞാൻ നോക്കിയിട്ട് ഇത് കേറിയിട്ട് കാര്യമൊന്നുമില്ല, ഒന്നുമില്ലാതെ പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ചുറ്റി ഇങ്ങനെ കറങ്ങിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. കാരണം നമ്മൾ അവിടെ ആ ലൈറ്റ് ഹൗസിൽ കയറിയത് തന്നെയാണ് ഇവിടെ ഉള്ളൂ എന്നാ പറഞ്ഞേ. നിർദ്ദേശപ്രകാരം അതിന് വണ്ണ പറഞ്ഞ ഈ 1 മണിക്കൂറിൽ ഇവിടുത്തെ വെയിൽ കുറയുന്ന പറഞ്ഞേ. 1 മണിക്കൂറിൽ ഒരു 1.5-2 മണിക്ക് 2 മണിയാകുമ്പോൾ സ്റ്റേഷനിലേക്ക് പോകുന്നത്. ரயில்வே ஸ்டேஷனுக்கு வரும். இங்க என்ன ஜாஃப்னா போறோம்னா ட்ரெயினுக்கு எவ்வளவு வரும்? நீங்க புக்கிங் போட்டா ஒரு 1500 ரூபாய் போல ஒரு டிக்கெட் ஆகும். ட்ரெஸ்ல 2000 2200 2800 1500 1200 ரூபாய் போலாம். ஏசியா? ஏசி எடுக்கிறீங்க, ஏசி இருக்குது. நீங்க உங்களுக்கு புக்கிங் வேணும்னா நான் புக் பண்ணி தரேன். பாக்கட்டும்.
ഇതൊരു ടെമ്പിൾ ആണ്. ഇത് അടച്ചേക്കുക. തമിഴിൽ എഴുതിയിട്ടുണ്ട് ശ്രീ കൈലാസന്തർ സ്വാമി ദേവസ്ഥാൻ അങ്ങനെ എഴുതിയിരിക്കെ. ഇവിടെ ഇങ്ങനെ ഇതുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഇത് തന്നെ കേട്ടോ. നമ്മുടെ ലോട്ടസ് ടവർ ഇത് അവിടെ ഉണ്ടല്ലോ. പക്ഷെ അതിന്റെ മേലെ പോയിട്ട് ഒന്ന് വെറുതെ ഒരു ഇത് കാണാന്ന് പറഞ്ഞു. അതിന് വേണ്ടി നമ്മൾ 2500 കൊടുക്കണം. അപ്പൊ അത് വെറുതെ കാര്യം. നമ്മുടെ ചേട്ടൻ തന്നെ പറഞ്ഞു അതിൽ പോകണ്ട, പൈസ നമ്മളോട് പറഞ്ഞു അതിൽ പോണ്ടെന്ന് പറഞ്ഞു. 4 മണിക്ക് ക്ലോസ് 12 മണിയാകുമ്പോ അടയ്ക്ക് 4 മണിക്ക് തുറക്കും. അതെ അതെ. കണ്ടോ, ഞങ്ങളിപ്പോ എവിടെ പോവാന്നറിയോ? മോസസിന്റെ വണ്ടിക്ക് ഇന്നലെ ഞങ്ങൾ ഇവിടെ ഒരു ഹോണ്ട ഗ്രേസ് എന്നും പറഞ്ഞൊരു വണ്ടി വന്നു. നീ നോക്കണ്ട, നിന്നെ കുറിച്ച് തന്നെ നോക്കണ്ട. പ്രാഡോ കണ്ട് ഇവിടെ വന്നിട്ട് 100 പ്രാഡോ കണ്ടു. നീ 100 പ്രാഡോ ഇവൻ എന്നെ വിളിച്ച് കാണിച്ചു തരും കേട്ടോ. എന്താ ചെയ്യാ കാരവാൻ. അപ്പൊ പുള്ളീന്റെ വണ്ടിക്ക് ഒരു ഹെഡ്ലൈറ്റ് തപ്പിയാണ് ഇപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏതാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു എന്താ പറയാ വണ്ടികളുടെ സ്പെയർ കിട്ടുന്ന കട, അതേപോലെ ഗുജറിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഏരിയ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പഴയ പ്രാഡോ കിടക്കുന്നതാണ്. ഇതാണ് അവിടെ റൈറ്റ് ഇതുണ്ട്. വണ്ടീൻ്റെ ഒരു ഓസും കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. ടാറ്റ മഹേന്ദ്ര ഉണ്ടല്ലോ ഇവിടെ. മഹേന്ദ്രൻ്റെ കുറേ വണ്ടി കണ്ടു. ഇതുണ്ടോ, ഇതൊരു ചെറിയ ഗുജറിയാണ്. സഞ്ചരിക്കില്ല സോറി. മിസ്റ്റർ ബീന്റെ വണ്ടി കണ്ടു ഞങ്ങള്. ഇവിടെ എവിടെങ്ങാനും ഉണ്ടോ മിസ്റ്റർ ബീൻ? പൊളി വണ്ടി, കുറേ എണ്ണം കണ്ടു. ഇത് വിൽക്കാനുള്ളതാണോടാ? ഓ, പാർക്ക് ചെയ്തിട്ടേക്കുന്നതിന്റെ ഫോട്ടോയാണ്. ഒരു ടയറൊക്കെ നോക്കി അലവിയിലൊക്കെ ഇട്ട് പൊളി സാധനം കേട്ടോ. അമ്മേ, ഇതിലെയാണ് ഇവിടുന്ന് ഫ്യൂവൽ അടിക്കുക. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ കുറെ തപ്പി കണ്ടുപിടിച്ച് ഞങ്ങളൊരു കട കണ്ടുപിടിച്ചത്. ഇവിടെ നിന്നൊരു ചേട്ടൻ പോളിഷ് ചെയ്യുന്നുണ്ടോ? എല്ലാ വണ്ടിയിലും പോളിഷ് ചെയ്ത്. മാറ്റിസിന്റെ ആണോ? ആരാ വന്നേ ചോദിച്ചോ. ഇവിടെ മാറ്റിസില്ലടാ ഉണ്ടോ? ഇതെല്ലാം പോളിഷ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ വിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോവുകയാണ്. പാവം മോസസ് ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല. പക്ഷെ ബ്രേക്ക് ലൈറ്റിന് വില ചോദിച്ചപ്പോൾ എത്രയാടാ? 40,000 രൂപയാണ് കേട്ടോ. ആ പൈസ നമ്മുടെ നാട്ടില് 13,000 അല്ലേ? നമ്മുടെ ശ്രീലങ്കൻ കൊളംബോ സിറ്റി ടൂർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഓ, ചൂടേ ഒരു പ്രശ്നമുള്ളൂ, ബാക്കിയല്ല. ഇവിടെ വരുമ്പോ ശരിക്കും ഇങ്ങനത്തെ, അതുകൊണ്ടാണ് ഞാൻ ഈ ടീഷർട്ട് എടുത്തത്. ഞാൻ ഈ ഷർട്ട് ഇടാൻ പാടില്ല. സിമ്പിൾ ആയിട്ടുള്ള കോട്ടന്റെ ചെറിയ ടീഷർട്ട് ഇട്ടാൽ മതി. കാരണം എന്താ അറിയോ, വേഷർക്ക് പുറത്തു കൂടെ ഒക്കെ ഒരു എന്താ പറയാ 8 മണിക്ക് വെള്ളമാണ് ഒഴുകി വരുന്നത്. പക്ഷെ ഓട്ടോ അതിന് കുറച്ച് കാറ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഓട്ടോയാണ് ഏറ്റവും ബെസ്റ്റ്. സൂപ്പർ ഓട്ടോയിൽ ട്രാവൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓട്ടോ ഓണറിന്റെ ഡീറ്റെയിൽ കൊടുക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഓണറിനെ വിളിച്ചാൽ മതി. ഓട്ടോ ഓണറിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അതിലല്ല ഡിസ്ക്രിപ്ഷൻ യൂട്യൂബായിട്ട് വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇവിടെ ഓട്ടോമേനെ തമിഴ് അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, എല്ലാം അറിയാം. അപ്പൊ ഓട്ടോമേൻ നമ്മളെ 1 ഡേയിൽ കൊളംബോ സിറ്റി മൊത്തം കറക്കി എല്ലാം കാണിക്കുന്നതാണ്. ഞാൻ ഇവിടുത്തെ ചിന്ന പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫീസുകൾ, നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസാണ്. നമ്മുടെ ഇവിടുത്തെ എന്താ പറയും, സെക്രട്ടേറിയറ്റോ അങ്ങനത്തിലൊക്കെ സെറ്റപ്പ് കേട്ടോ. വൈറ്റ് ഹൗസ് പോലും ഉണ്ട്. പൊളി അല്ലേ? അതെ. അതൊരു പാർക്കാണ്. സെറ്റപ്പാണ്. നമ്മൾ ഇങ്ങനെ നോക്കി പോവാം. അപ്പൊ നമ്മളിവിടെ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയാണ്. ഇവിടുത്തെ റേറ്റ് കണ്ടോ, 299 രൂപ അല്ലേ? പെട്രോള്. നാട്ടിലെത്രയാടാ? ഒന്ന് കൂട്ടിക്കടാ. നാട്ടില് 90 രൂപ. 90 രൂപ വില കുറവാണല്ലോ. 10 രൂപ 16 രൂപയുടെ വ്യത്യാസം. ഡീസലുണ്ടോ? ഡീസലുണ്ട്. എന്താ ലെങ്കാന്നൊക്കെ എഴുതിയേക്കണേ? 361 രൂപ. 361 വേറെ സ്പെഷ്യൽ. വേറെ 330 ഉണ്ട്. ഡീസലിന് 361 രൂപ. ഡീസലിനല്ല. ഡീസലിനെ കാണിക്കുന്നില്ല. ഡീസലിന് നമുക്ക് അണ്ണനോട് ചോദിക്കാം. ഡീസലൊക്കെ എവ്വളോ? ഡീസൽ ഈ കണക്ക് തന്നെ അല്ലേ? ഈ സെയിം കണക്ക് തന്നെയാണോ ഡീസലിന്? അതാ 299. ഡീസലും പെട്രോളൊക്കെ ഇവിടെ സെയിം റേറ്റ് ആട്ടോ.
ശ്രീലങ്കൻ സ്ക്വയർ. ഇവിടെയാണ് നമ്മുടെ മോദി വന്നത് അല്ലേ? അതാ പാമ്പ്, അത് பார்க்க முடியுமா பாம்பு? എന്താ പാമ്പ്? എന്നാ ഒന്ന് பார்க்கலாம். குரங்கு அதெல்லாம் ஒன்று கொஞ்சம் பார்த்துட்டு போகலாம். ശ്രീലങ്കൻ காசு எவ்வளோ? ഇവിടെ പാമ്പൊന്നും പ്രശ്നമൊന്നുമില്ല. ഇതേടെ മൂർഖൻ പാമ്പ്. മൂർഖൻ കോബ്ര. പാക്കട്ടെ. കിങ് കോബ്ര. பார்த்து கொஞ்சம் பின்னாடி ഇന്ത്യ അമ്മ കൂടി ഉണ്ടോ? തമിഴ് தெரியும். എന്തെങ്കിലും ചെറിയ പൈസ കൊടുക്കാം. അത് കൊടുക്കാൻ പറ്റും, എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അമ്മേ ഓ അത് മൂർഖൻ സെറ്റ് കേട്ടോ. കൊത്തുന്നത് ചാടി വരുവാടാ. വെളിയ വരുമാ? വേണ്ട. നോ അന്ത മതി പരിപാടിക്ക് ആയില്ല. ഉക്കാറാ കൊഞ്ചം ഇന്ന് പക്ക പറഞ്ഞ ഇതെങ്ങാണ് ഇങ്ങോട്ട് വന്നാൽ അമ്മേ അതൊരൊന്നൊന്നര സാധനം കേട്ടോ. കിങ് കോബ്ര പല്ലില്ല. പല്ലൊന്നും ഇല്ല കേട്ടോ. പുറത്തിരിക്കുന്ന കുരങ്ങൻ വരെ പേടിച്ചിരിക്കുക കേട്ടോ. നോക്കടാ എടാ ഇതിന്റെ വലിപ്പം കണ്ടോടെ കിങ് കോബ്ര. അത് ഭയങ്കര വലുതാ. അത് ചീർക്ക് നോക്ക്. ചേട്ടന്മാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അമ്മേ ആ ചേട്ടന്റെ കഴുത്ത നോക്കടാ. ശരീരം വീർത്ത് വരുന്നുണ്ടോ? എടാ മോസസേ ആ പുറത്തുനിന്ന് വരുന്ന ചേട്ടന്റെ കഴുത്തൽ എന്തായിരിക്കണം നോക്കി. വേണ്ട തൊട്ടുപാക്ക ഒന്നും വേണ്ട. പാമ്പിനോടുള്ള കളി. വേണ്ട അത് നോക്കി തൊട്ടുപാക്കാൻ റിസ്കിനെയല്ല. இருக்கட்டும். எனக்கு வந்து பயம் இருக்கு. നോക്ക് ഇത് മെയിലാ ഫീമെയിലാ? ആണും പെണ്ണോടാ. അതാണ് വ്യത്യാസം അല്ലേ? അതാണ് വലിപ്പ വ്യത്യാസം നോക്കി രണ്ടിന്റെ. കുടിനെ കാട്ടി കൊത്തുന്നുണ്ട് കേട്ടോ. പല്ലെല്ലാം എടുത്തിട്ടുണ്ട്. ആ ചേട്ടന്റെ അടുത്ത് ഇരിക്കണം നോക്ക്. ബേക്കിൽ നമ്മുടെ നാനോ കാർ വന്നോ. വേണ്ട അഞ്ചു വെച്ചിക്കോണ്ട. ഈ പാമ്പിന്റെ പുറത്തേക്ക് ആ കണ്ണാടി എടുത്ത് വെച്ചോ മൈക്കിളെ. കണ്ണാടി എടുത്ത് വെക്കും മൈക്കിളെ. തിരുമ്പി വിളിക്കും. കണ്ണാടിയൊക്കെ വെച്ച് കൊടുക്കണേ. ഇതിന്റെ പുറം ഇതൊക്കെ എമ്പളെ കണ്ട അതിന്റെ പുറത്തുള്ള പേരൊന്നുമില്ല. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ജിൻസേ ഇന്നലെ രാത്രി നീ എന്റെ കൂടെ ഇരുന്ന പോലെ ഉണ്ട്. മതിയടാ വാ പോവാ. എന്നാ വിളിങ്ങണ്ണ കണ്ണാടി. എന്തൊരു അനുസരണയാണ്. ഓ ഞാനൊന്ന് ടെൻഷൻ അടിച്ചു. ഇനി വേണ്ട അയ്യോ വേണ്ട. പെരുമ്പാമ്പ് വേണേ നോക്കാം. അത് കടിക്കുമാ? വായ മൂടി പിടിച്ചെടുക്കാം. മോസസ് ഭയങ്കര ധൈര്യശാലിയാണ് കേട്ടോ. പക്ഷെ മൂർഖന്റെ അടുത്തേക്ക് എനിക്ക് വേണ്ട. പെരുമ്പാമ്പ് പോതും. ഹൈദരാബാദ് ഇവിടെ വേണ്ട ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ശ്രീലങ്കൻ ലൈസൻസ് സിമ്പിൾ ആയിട്ട് ശ്രീലങ്കൻ ഗവൺമെന്റ്. പക്ഷെ മൂർഖനെ പിടിക്കണം. മൂർഖൻ വല്ല കടി തരുന്ന പേടി. അതിർത്ത് തലക്കുഴിഞ്ഞ് ചുറ്റും. അയ്യാടാ ഞാൻ പിന്നെ ശിവനായി. നിന്റെ ബേക്കിൽ ഒരു സാധനം കിടക്കണോ? എവിടെ? ഞാനോടാ. ഞാനോ? ഞാൻ വെച്ച് അടുത്തല്ലോ ഞാനോന്ന് പറയുമ്പോ അങ്ങനെ കൊല്ലം കൊടുക്കാവാ. ഒപ്പുവല്ലേ? ഫ്രീഡം സ്ക്വയർ. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒക്കെ കൊടി ഉയർത്തലും കാര്യങ്ങളും പരിപാടികളൊക്കെ അടിപൊളിയാട്ടോ. அந்த ஃபிளாட் வந்து எங்கட வந்து புத்தட ஃபிளாட். ബുദ്ധയുടെ
ബുദ്ധ ഫ്ലാഗാ இங்க தானே அந்த இண்டிபெண்டன்ஸ் டேக்கு எல்லாம் ஃபிளாக் போஸ்ட் வரும் மோதி வந்து இருந்த எல்லாம் மோதி இங்க சரி சரி പ്രൈം മിനിസ്റ്റർ ഇങ്ങനെ വന്ന് ഇങ്ങനെ കൊടിയെല്ലാം ഏറ്റി ഇങ്ങനെ ഇത് മോദി தான் ஏத்ததா മോദി പൊക്കിയ ഫ്ലൈറ്റ് അല്ല ഇതാണ് കേട്ടോ ഫ്ലൈറ്റ് ഫ്ലൈറ്റോ ഫ്ലൈറ്റ് അല്ല മാറിപ്പോയതാണ് സുഹൃത്തെ ഫ്ലാഗ് കാണുന്നതാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് മ്യൂസിയം ക്രിക്കറ്റ് ബോർഡ് എല്ലാം ക്രിക്കറ്റ് ബോർഡ് എല്ലാം ക്രിക്കറ്റ് ബോളൊക്കെ അല്ല ക്രിക്കറ്റ് ബോർഡ് ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിന്റെ അല്ല ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ അതെ എനിക്കെന്താ പറയാ എനിക്ക് PV സിന്ധു ഇന്ത്യയുടെ വെച്ചിട്ടുണ്ടല്ലോ ഇതെന്നാണ് അത് ഗ്രാൻഡ് ഹോട്ടലാ എനിക്കെന്താ പറയുക ഞാൻ അങ്ങനെ ക്രിക്കറ്റ് കാണുന്നില്ല ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല അല്ല ഇന്ത്യ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീം എന്ന് അറിയാൻ ക്രിക്കറ്റ് കാണുമെന്ന് വേണ്ട അതൊക്കെ അറിയാം വാർത്ത ഇതുണ്ടോ ഇതൊരു ഓഡിറ്റോറിയം ആട്ടോ ഓഡിറ്റോറിയം ആണ് ഗ്ലാസ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആണ് ഇത് ഫുള്ളായിട്ട് ഇവരിങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ച് വിൽക്കുക അപ്പൊ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ ഒരു സാധനം അടിപൊളിയായിട്ട് ചിത്രങ്ങൾ പലതരം ചിത്രങ്ങൾ അടിപൊളിയായിട്ടുണ്ട് ഇതൊരാഴ്ചാൽ ഒരു ഭയങ്കര കഴിവ് തന്നെയാട്ടോ ബുദ്ധന്റെ അതിന്റെ കളർ സെയിം സെയിം അല്ല വ്യത്യാസമുണ്ട് ഓരോ ചിത്രമുണ്ടോ അതിന്റെ കപ്പല് ആടി ഒലയുന്നുണ്ടോ പഴയ ഗ്രാമം ഇതുണ്ടോ ഇതാണ് ഗംഗാരാമ ടെമ്പിൾ ബുദ്ധ ടെമ്പിൾ ആണ് ഇവിടെ ചെറിയൊരു എൻട്രി ഫീസ് നമുക്ക് വരുന്നുണ്ട് അതെ അതായത് ഒരു എന്താ അറിയോ ഇത് ഇവരുടെ വലിയൊരു ടെമ്പിളാന്ന് പറയുന്നത് ഭയങ്കര ടെമ്പിളാ അതുണ്ട് ഓരോ ഇതുണ്ട് ഗണപതി ഉണ്ട് അങ്ങനെ കുറെ ഉണ്ട് ചെരുപ്പ് ഇവിടെ ഊരി ഇട്ടിട്ട് ഒന്നിലെ പൊട്ടണമാ ചെരുപ്പ് കൊട്ടയിൽ ഊരി ഇടണം അപ്പൊ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് വന്നിട്ട് ഇവിടുത്തെ 400-800 രൂപ ഇവിടുത്തെ 800 രൂപ കേട്ടോ രണ്ടുപേർക്കും കൂടി 800 രൂപ ഇവിടെ വന്നിട്ട് ചെറിയൊരു മ്യൂസിയം സെറ്റപ്പ് ഇത് നോക്കടാ ജിൻസേ ഫുൾ പഴയ തോക്കുകൾ നോക്ക് ഇത് തുറന്ന് കാണാൻ പറ്റുമോ 150 വർഷത്തേക്ക് പഴക്കമുള്ളത് എല്ലാ സാധനം അത്രയും പഴക്കമുണ്ട് പഴയ സൈസ് ക്ലോക്ക് ആനക്കൊമ്പിൽ ചെയ്തോണ്ട് ഇതൊക്കെ ആനക്കൊമ്പിൽ ചെയ്ത പക്ഷെ ഇത് വാങ്ങി നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കും അല്ലേ അവിടെ ഇല്ലീഗൽ ഇതൊക്കെ ഇല്ല ഇത് എടുത്തിട്ട് പോകാൻ മുടിയാതെ അങ്ങ് ഇല്ലീഗൽ ഇത് കൊമ്പ ആന എന്റെ മോനെ ഞാൻ അതിൽ പിടിക്കട്ടെ ചത്ത ആനയുടെ കൊമ്പിങ്ങനെ കൊടുക്കില്ല ഞാൻ അതിൽ ആനക്കൊമ്പ് ഇടുന്നു കേട്ടോ അല്ല തൊട്ടിട്ടുണ്ട് ആനയുടെ കൂടെ ഫോട്ടോ എടുത്തപ്പോഴും ഇതിനൊക്കെ തൊട്ടിട്ടുണ്ട് നമ്മുടെ തേപ്പ് കത്തി ഒരു മണിക്കൂർ കാണാൻ നമ്മുടെ ബുദ്ധൻ ഇഷ്ടപ്പെട്ട ആളാട്ടോ പടമല്ല ഇത് തടിയിൽ ചെയ്തതാട്ടോ തടിയിൽ ഇതൊക്കെ പഴയ ഗ്രാമഫോൺ ഇവിടെ ഫുള്ള് പഴയ ഐറ്റം പഴയ ലോക്കലൊക്കെ ഫുള്ള് അങ്ങനത്തെ സാധനങ്ങളാണ് ഒരു ഫോട്ടോ എടുത്തു കൊടുക്കും ഇതില് നമ്മുടെ ഇന്ത്യൻ മണി ഉണ്ടാ ഇത് ഇന്ത്യൻ മണി 20 rupees 20 രൂപ നേർച്ച എല്ലായിടത്തും നേർച്ചയല്ല എല്ലാം പൈസ ഉണ്ട് കേട്ടോ ഇത് നോക്കിയേ ഒരു ഗോൾഡൻ മോസസ് പിന്നെ ഫോട്ടോ എടുക്കുകയാണ് പഴയ ഫാൻ നോക്ക് നമ്മൾ രാവിലെ കണ്ടേ കൂട്ട് അതെ എൻ്റെ കയ്യിലുണ്ടല്ലോ പഴയ പാത്രങ്ങൾ കൂടെ കുറേ ഫോട്ടോ ഉണ്ട് വെറൈറ്റി തരം വാച്ചുകൾ ജിൻസേ ഇത് നോക്ക് இது வந்து சாப்பிடாம 3 மாசம் இருந்துதான் இப்படி ஆகுது
ശ്രീബുദ്ധ അല്ലേ ഭക്ഷണം കഴിക്കാൻ ഫുഡ് കഴിക്കാണ്ട് ഇങ്ങനെയാണ് കറക്റ്റ് 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 തടിയാണ് മരത്തിൽ അപ്പൊ ഈ വാരിയിലൊക്കെ ഇങ്ങനെ കാണാം അല്ലേ ഞരമ്പോളൊക്കെ കയ്യൊക്കെ അത് ചെയ്തവനെ വേണം സമ്മതിക്കാൻ ഉണ്ടാക്കിയെടുത്തവനെ സംഭവം അതാണ് കല കലാകാരന്മാർ ഇവിടെ ബുദ്ധന്റെ ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ ദലൈലാമ ക്ലോക്ക് പണ്ടത്തെ ഈ പാത്രം നോക്ക് ഭരണി ഇത് പഴയ പെൻഡുലം കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്നു അല്ലേ മേസ ഇതിനെന്തോ ഹിസ്റ്ററി ഉണ്ട് കുതിര ഉണ്ട് എല്ലാം വെറൈറ്റി ഡിസൈൻ കസേരൊക്കെ നോക്കി പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ ജിൻസേ പലകെ ചെയ്താ മൂന്ന് പേർക്ക് ഇരിക്കുന്നത് നീ ഇങ്ങോട്ട് പോടാ ബാ ഇങ്ങോട്ട് കയറാം അപ്പുറത്തേക്ക് ടെമ്പിളിന്റെ ഇങ്ങോട്ട് അമ്പാ ഫോൺ ഉപയോഗിക്കാലോ അല്ലേ ബുദ്ധൻ അമ്പ ഇതൊക്കെ ജിൻസേ സാധനം കേട്ടോ അത് ആന പൊളിച്ച് എടാ ഇത് ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു അത് ചത്തുപോയിന്ന് അല്ല ചെരിഞ്ഞു സോറി അപ്പൊ അതിനെ പോലെ ഇതിനെ ഉണ്ടാക്കിയെടുത്ത് അതിന്റെ കൊമ്പാണ് ഇതൊക്കെ പ്ലീസ് ഡോണ്ട് ടച്ച് സോറി ഇതൊക്കെ അതിന്റെ ആ രോമം വരെ അങ്ങനെ കറക്റ്റ് ചെയ്തേക്കുന്നത് അതെ ഇത് ഇന്ത്യ ഇന്ത്യയില് അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ എവിടെയോ ഉണ്ട് അത് ആ മോഡലിലാണ് ചെയ്തേക്കുന്നത് പൊളിച്ച് എന്തോരെണ്ണം കാണും അതിനെ എന്തോരം ബുദ്ധ ഉണ്ടാവും അതില് കുറെ ഉണ്ടാവും ഇത് ഒറിജിനലാ ഭക്തി உங்களுக்கு சொல்லி தரேன் വാ നീ തിരക്ക് പിടിക്കല്ലേ எல்லாருக்கும் இந்த புத்தர் தான் இந்த டெம்பிள்ல பேர் என்ன வருது கலபட யானேஸ்வரர் இவங்க தான் பெருசு இவர் இப்ப இருக்கா இப்ப இல்ல இப்ப செத்து போய் இப்ப யாரு இருக்கு இங்க ஃபேமஸ் அவர் கூட ஒரு போட்டோ எடுக்க முடியுமா இல்ல கும்பிடுது ഫോട്ടോ എടുക്കുക എല്ലാം ഇല്ല അങ്ങനെ കുമ്പിടക്കൊള്ള നിങ്ങൾക്ക് വീഡിയോ എടുക്കും അത് പ്രശ്നം ഇതാണ് ഇവിടുത്തെ വലിയ ആളിരുന്നത് ഇന്ത്യൻ കാസ് എല്ലാം உங்களுக்கு வந்து gift കൊടുത്തു പോരെ ഇത് പോലെ ടെമ്പിൾ പെരുസാക്കി ഇതാക്കും നോക്കടാ എത്ര ആനക്കൊമ്പ നോക്കടാ അല്ലേ நான் இங்க நின்று ஒரு போட்டோ எடுக்கணும் பின்னு காவி எடுக்கல நீங்க சொன்ன வருஷத்துக்கு ஒரு தரக்கத்தான் அது வெளிக்கு அடிக்குது വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ யானை டொஸ்க வச்சு கொண்டு எடுத்து போறேன் அதுல இருக்கிற டைமண்ட் கோல்ட் செயின் எல்லாம் போட்டு எங்களுக்கும் உள்ள போக முடியாது வெளியில இருந்து கும்பிட்டு உள்ளுக்கு போவேல அது ஒரு வருஷத்துக்கு ஒரு தரக்கத்தான் வெளிக்கு அடிக்குது வெளிக்கு எடுத்து யானை டொஸ்க தான் வச்சு கொண்டு எடுத்துக்கோங்க അതിലെ സംഭവങ്ങള് സ്വർണം വെള്ളി അത് ഇന്ത്യ 2 ലക്ഷം രൂപന്റെ നോട്ട് 2 ലക്ഷോ അതെന്താ ഒരു അതെന്താ വിയറ്റ്നാമില് വിയറ്റ്നാം 10 100 1000 16 ലക്ഷം അതാ 100 രൂപ ഇന്ത്യയിൽ നിന്ന് വരുന്നവരൊക്കെ നേർച്ചയിടുന്നതാണ് ഇത് இப்படிதான் gift கொடுக்குறேன் இதெல்லாம் சேர்த்து தான் இது போல நல்லா ടെമ്പിൾ എല്ലാം ഇത്ര ക്ലീൻ നീറ്റാക്കി വെച്ചേക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടും അതായത് നേർച്ച കിട്ടുന്ന പൈസ വെച്ചിട്ട് സ്വർണ്ണം ഉണ്ട് കേട്ടോ അതൊക്കെ സ്വർണ്ണമുണ്ട് സ്വർണ്ണം ഡയമണ്ട് ഒക്കെ ഉണ്ടായില്ലേ ഇത് ഇവിടെ ഉണ്ട് ആനക്കൊമ്പ് ചൈന പൈസ ഉണ്ടാ ഇത് ചൈന പൈസ ചൈന അല്ലേ എല്ലാം കാശ് കൊടുക്കണം എല്ലാം വെച്ചിട്ട് കാശ് தான் വെച്ച് ഇത് മേൽഭാഗം നോക്കടാ ഫുൾ തടിയില്ലേ തടിയല്ല മറ്റേ സാധനം ശ്രീലങ്കക്ക് ആര് വന്നാലും പെരുന്നാൾ ഇത് പാത്തിട്ട് தான் പോകും ശ്രീലങ്കയിൽ ആര് വന്നാലും ഇവിടെ വന്നിട്ടേ പോകും അങ്ങനെ കിട്ടി നമുക്ക് വലിയ ഇന്ത്യ നാട്ടിലും മിച്ചമാ വരും പഴയ വണ്ടി കാണാം പഴയ വണ്ടി കാണാം
ഇതൊക്കെ നോക്കി ഒരു ആൽമരം നോക്കി ബോൺസായി ആണോ ഇത് മ്യൂസിയം ഇത് മ്യൂസിയം കേട്ടോ ഈ ടെമ്പിളിൽ ഫുള്ള് മ്യൂസിയം ആണ് ലോർഡ് ബുദ്ധ മെയ്ഡ് ഔട്ട് 400 രൂപ നമുക്ക് എൻട്രൻസ് ഫീസ് 400 രൂപ ഒരു നഷ്ടമില്ല കേട്ടോ അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 100 ചില്ലറ രൂപയേ ഉള്ളൂ എന്നാലും അതോ കൂടെ മുതല സ്കിന്ന് മട്ടും ഒറിജിനൽ ആണ് ഉള്ള ഏതോ പോട്ടിരിക്ക ഇത് ഒറിജിനൽ മുതല ആമേന്റെ കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടോ സ്വർണം പോലെ കുബേര കുഞ്ചി എന്തോരാ മെയ്ഡ് ഇൻ ചൈന ഇതോക്കടാ பழைய ஆபரணங்கள் என்ற மோனே போயிட்டு பார்ப்போம் ஷாப் இருக்குது ஷாப்பில் போயிட்டு 10 நிமிஷம் அது உள்ளுக்கு போயிட்டு நீங்கள் பார்த்து வந்தால் நீங்கள் சேல் பண்ணினாலும் இல்லாட்டி எனக்கு 2 லிட்டர் பெட்ரோல் கிடைக்கும் சரி சரி ஓகே நீங்கள் சாமான் எடுக்க வேணாம் உங்களுக்கு தேவையில்லை ஒரு 10 நிமிஷம் உள்ளுக்கு சுற்றி சாமான் ஓரோ விலைப்புள்ள கல்லும் அது இங்கே ரொம்ப கடைகள் இருக்குன்னு நினைக்கிறேன் அப்போ இருக்குது உங்களுக்கு வேணும் இந்த மோசஸே இது നോക്കടാ ഇത് തന്നെ ഇത് മിസൈൽ ഇത് മരം തോന്നുന്നു മരമാണോ നല്ല നാച്ചുറൽ ആണ് മരമൊന്നുമല്ല അത് ഊരിയെടുക്കല്ലേ പൊട്ടും ബുദ്ധന്റെ കുറേ ഇതുണ്ട് ഇതുണ്ട് കല്ലിൽ ചെയ്തേക്കുന്നത് ഗ്രാനൈറ്റ് ആണെന്ന് തോന്നുന്നു സാധാ കരിങ്കല്ല് അത് മറ്റേ സാധനം അല്ലേ തല തിരിഞ്ഞു കാണുന്നത് സ്പടികം കല്ല് പോലെ ഒരു വർഷത്തൊക്കെ ഓർത്തറൊക്കെ വെളിക്കടിക്കലേ ചൊല്ലു ഡോസ്കൊത്താൻ വെച്ച് യാന ഡോസ്ക ഇത് കെട്ടിട്ടാ എടുത്തു പോകും മെയിൻ രൂപ അല്ലേ മെയിൻ ഇതൊക്കെ ശംഖ് നോക്ക് വലിയ ശംഖ് മേളില് തല പൊക്കട അത് ഒറിജിനൽ ആണോ അത് സെഞ്ചുണ്ട് എന്തായാലും ഇല്ലെന്ന് തോന്നുന്നു ഇതൊക്കെ ഒറിജിനലാ ചെറിയൊരു ബ്ലോക്ക് കുതിരയില് ശംഖ് എനിക്ക് ഇഷ്ടപ്പെട്ടെ ഇത് എനിക്കൊന്ന് ചൈനയിലെ ഏതോ നേതാവെന്ന് തോന്നുന്നു കേട്ടോ ഇതല്ലേ ഈ അമ്പർ നമ്മുടെ മഹാത്മാഗാന്ധി വാവ് അത് പൊളിച്ചു മഹാത്മാഗാന്ധിന്റെ കുറച്ച് ഇത് എഴുതിയിട്ടുണ്ട് 7 ഇതാണെന്ന് തോന്നുന്നു അതാണ് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് പവർ നമ്മുടെ നാട് ഭയങ്കര അല്ലടാ പേര് കേട്ട നാടല്ലേ അതെ ബ്രിട്ടീഷുകാരോട് പടപൊരുതി നോക്കിയേ ആനയുടെ കാല് നോക്കണം ഒറിജിനലാ കൊമ്പുകൾ നോക്കടാ എന്തോരം കൊമ്പല്ലേ ഇത് ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കുന്നു തോന്നുന്നു ഇവിടെ ആന ഇഷ്ടം പോലെ ഉണ്ട് ഇത് മെയിൻ രൂപമാണ് ഇത് വർഷത്തിലൊന്ന് എടുക്കുമ്പോൾ ഇത് ഇത് ഒരു പ്രാവശ്യം എടുക്കാം ഓക്കെ ഇതാ കുബേര കുഞ്ചി ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ ഇതേടാ മറ്റേ സാധനം ഡൈനോസറോ ഇത് പഴയ എനിക്ക് ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു ഇതൊക്കെ പഴയ ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ இந்த ആനയാ അത് ഈ ആനയാണ് ഇപ്പൊ ആന പേരെ ഇരിക്കാം ഈ ആനയാണ് ഉള്ളിൽ പഴയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കത്തി സാധനങ്ങളൊക്കെ ഉണ്ട് കോയിന് പഴയ കോയിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അല്ലേ ആനക്കൊമ്പ് കൂടെ ആനക്കൊമ്പ എവിടെ നോക്കിയാലും ആനക്കൊമ്പ എവിടെ നോക്കിയാലും ആനക്കൊമ്പ് അവിടേക്ക് ഇതൊക്കെ സ്വർണ്ണം കേട്ടോ അതിൽ കിടക്കുന്നത് ഗോൾഡാ ഒറിജിനൽ ഗോൾഡ് ഡയമണ്ട് ആണ് ഈ സൈഡിൽ കൂടി ആയിരിക്കും അങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ ലോർഡ് ബുദ്ധ മെയ്ഡ് ഔട്ട് ഓഫ് ജെയ്ഡ് 222 സെന്റിമീറ്റർ ലെങ്ത് 150 സെന്റിമീറ്റർ വിഡ്ത്ത് 127 സെന്റിമീറ്റർ ഫുള്ള് സ്വർണ്ണത്തിൽ ചെയ്തേക്കുന്നത് അവിടെ നിന്ന് പോന്നു ഇനി അടുത്ത് നമ്മള് ഇങ്ങനെ പോവാണ് നമ്മൾ കൂടെ നമുക്ക് കിട്ടിയ ചേട്ടൻ എന്തായാലും പൊളിയാണ് കേട്ടോ ഇത് ആനേന്റെ കൊമ്പ് നോക്കില്ലേ നാച്ചുറലാ ഒരു ഫോട്ടോ കൊമ്പല്ലേ ഇത് ഞാൻ പാത്രിക ഇനിയാണ് ഇവിടെ മോസസ് ഞെട്ടാൻ പോകുന്നത് കേട്ടോ റോൾസ് റോയ്സിന്റെ ഞാൻ പറഞ്ഞില്ല നീ ഞെട്ടൂന്ന് എന്റെ മോനെ എന്തല്ലേ മുതലുകൾ കിട്ടുമായിരുന്നെങ്കിൽ വണ്ടി ബെൻസിന്റെ ഇത് അടുത്ത വണ്ടി നന്നാക്കുന്നു ഇത് ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിലുള്ള വണ്ടിയാണ് വർക്ക് ചെയ്യുന്ന വണ്ടികളാണ് ഇതൊക്കെ ഇതുകൂടെ നന്നാക്കുന്നേ ജിൻസേ ഇതൊക്കെ എൻജിൻ നന്നാക്കി സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആക്കുക അല്ലേ സ്റ്റാർട്ടാവും എൻ്റെ ഫേവറേറ്റ് കോൾഡ് സ്റ്റാർട്ട് കോൾഡ് സ്റ്റാർട്ട് ഫുള്ള്
ഫുള്ള് റിപ്പയർ ആയിട്ട് സ്റ്റാർട്ട് ആക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇതൊക്കെ അതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ നോക്കടാ. ഞാൻ അവിടെ വരാം. ട്രോണി ഓട്ടോ സ്പ്രിംഗ്. ഇത് ഫോട്ടോ എടുക്കുമോ? ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാൻ ആലോചിക്കാം. പക്ഷെ മൈസൂരൊക്കെ വണ്ടിയുണ്ട്. അയ്യോ ഉള്ളിൽ കയറാൻ പാടില്ല കേട്ടോ. നമ്മൾ കയറി. അതെ, ഇത് നമ്മുടെ പഴയ ബെൻസ്. അത് നമ്മുടെ 280. ബെൻസിന്റെ ഇത് ബീറ്റിലാന്ന് തോന്നുന്നു. ബീറ്റില് ഇത് പക്ഷേ ടൊയോട്ടയുടെ വീലാണ്. ടൊയോട്ടയുടെ അലവിൽ കിടക്കുന്നതാണ്. മോസസ് ഇവിടെ ഇത് ബീറ്റിലല്ല, അത് മോറിസ്. മോറിസ് അപ്പുറത്ത് വേറെ 2-3 വണ്ടി കിടപ്പുണ്ട്. ഇത് ബെൻസിന്റെ മറ്റേ വലിയേട്ടൻ സിനിമയിലെ വണ്ടിയാ. ഇത് നോക്ക് ഇവിടെ. അതൊക്കെ ഇവിടെ ഉപയോഗിക്കുന്ന BMW നോക്ക്. രജിസ്റ്റർ ഇല്ലേ? അമ്പലത്തിന് വേണ്ടി കൊടുത്തതാട്ടോ, ഗിഫ്റ്റ് ചെയ്ത്. ഇത് ഓടാതെ അങ്ങനെ വെച്ച് കഴിഞ്ഞ നമ്പർ പോലും ഇല്ല. ഇത് ഏതിൻ്റെയാണ് വണ്ടി? അത് മറ്റേ ടെമ്പററി രജിസ്ട്രേഷൻ പോലെ നമ്മുടെ നാട്ടിൽ. ഇത് ജാഗ്വാറാണ് വണ്ടി. ജാഗ്വാർ പഴയ കാലത്ത് കൊടുത്തായിരിക്കും. BMW. അന്നോട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത് ഇവിടെ പുതിയ വണ്ടി വാങ്ങി ഇങ്ങനെ കാണിക്കാം. എഞ്ചിൻ നമ്പറും ചേസി നമ്പറും കാണിക്കാം. വലിയേട്ടൻ്റെ ബെൻസ്. അവിടെ എന്തുകൊണ്ട് അവിടെ പോയാലോ? അവിടെ ഒന്നും ഇല്ല. അവിടെ ഇതായിരിക്കും, ടെമ്പിൾ ആയിരിക്കും. ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. നമുക്ക് മെല്ലെ പുറത്തിറങ്ങാം അല്ലേ? ഇതന്നെ വലിയ കിട്ടലാട്ടോ. വിലപിടിപ്പുള്ള കമ്മി റേറ്റിലാണ് ഓരോ ചെറിയ ചെറിയ ഡയമണ്ടുകളാണ്. ഇതൊക്കെ പൈസകള്. എല്ലായിടത്തേയും പൈസയുണ്ട്. പേനയൊക്കെ ഇരിക്കുന്നു. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഭംഗിയുണ്ട് ഓരോ ഇവിടുത്തെ അല്ലേ ശ്രീലങ്കയിലെ പഴയ പൈസകൾ, നിരോധിച്ച പൈസകളൊക്കെ ഉണ്ട് കേട്ടോ. കോയിനൊക്കെ കിടക്കണത് എന്തോരം കോയിന്. നോക്ക്, ഇത് ഇന്ത്യൻ മണി 50 രൂപ. നമ്മുടെ $2. ഇത് സിംഗപ്പൂർ റിംഗറ്റ് അല്ല, മലേഷ്യൻ റിംഗറ്റ്. സിംഗപ്പൂർ റിംഗറ്റ് അല്ല, സിംഗപ്പൂർ ഡോളറാണ്. സിംഗപ്പൂർ മലേഷ്യൻ റിംഗറ്റ് ഒക്കെ പഴയ സാധനങ്ങൾ കേട്ടോ. ഇവിടെ ഡ്രസ്സ് നോക്ക്. ഇതാണ് ബോധ്ഗയ. അല്ല, ബോധ്ഗയാന്ന് ഇതിന്റെ പേര്. ബോധ്ഗയ അല്ല, നമ്മുടെ ബുദ്ധയുടെ പുറകിലിരിക്കുന്ന പുള്ളിയിലെ ആളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള്, ഏറ്റവും മെയിൻ ആള് അല്ലേ? ഇപ്പോ ബുദ്ധമതത്തിന്റെ മെയിൻ ആളാണ് ഇവിടുത്തെ ശ്രീലങ്കയില്. ഈ ടെമ്പിളിന്റെ അല്ലേ? കാണിച്ചോ? ഇത് ഓരോ ഇത് സരസ്വതി, ലക്ഷ്മി, അങ്ങനെ കുറെ ഉണ്ടല്ലോ. എത്ര മുഴുപ്പല്ലേ, വമ്പ സാധനം കേട്ടോ. നോക്ക് ഫോട്ടോ. ഇപ്പടി ഒന്നിട്. പാവ അണ്ണനെ പറ്റിക്കാണ് മോസസ്. എന്തോരോ ഫോട്ടോ എടുപ്പിക്കുന്നുണ്ടെന്നറിയോ. ഒന്നും കൂടി ചിരിക്കൂ. ഇസ്മായിൽ പ്ലീസ്. ചേട്ടനാണെങ്കിൽ കിടന്നു ഇരുന്നൊക്കെയാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. അടിപൊളി കേട്ടോ. സൂപ്പർ. ശ്രീബുദ്ധയുടെ വലിയൊരു സ്റ്റാച്ചു. ഇങ്ങനെ ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കണോ? ഈ സൈഡിൽ നമുക്ക് ബുദ്ധ കിടക്കുന്ന ഒരു ചെറിയ രൂപം. ചെറുതല്ല, എല്ലാം അത്യാവശ്യം ഗംഭ രൂപങ്ങളുണ്ട്. ഇത് നോക്ക്. എന്താ വർക്ക് ഇല്ല ഇതില്, ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് രൂപമാണ് ബുദ്ധയുടെ. നമുക്ക് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗംഗാരാമ ടെമ്പിൾ. അപ്പോൾ ഞങ്ങൾ ഗംഗാരാമ ടെമ്പിളിൽ നിന്ന് മെല്ലെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. പഴയ വണ്ടി കിടക്കണ മോസസിന് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആണോ? അപ്പോൾ നമുക്ക് ഇനി പോവാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതാ നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇന്നത്തെ കറക്കം കഴിഞ്ഞു, നിർത്തി അല്ലേ? കഴിഞ്ഞതല്ല, നമ്മൾ നിർത്തിയതാണ്.
നിർത്തി മടുത്ത്. അപ്പോൾ നമ്മൾ നേരെ ഇനി റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഈ അണ്ണൻ ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം കറങ്ങാൻ പറ്റും, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അല്ലേ. പിന്നെ 3350 രൂപ. അതെ. അപ്പം നമ്മളങ്ങനെ ബായിൻ്റെ അടുത്ത് നിന്ന് പോയി ബായിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നു കേട്ടോ. 3400. നമ്മുടെ തലൈവർ. അതെ. അപ്പോൾ എത്രയായി? മീറ്റർ 341 അല്ല 3401. ഗൈസ് അങ്ങനെ നമ്മള് റൂമിൽ തിരിച്ചെത്തി. ഇന്നത്തെ കറക്കം മൊത്തം കഴിഞ്ഞു. അടിപൊളി കറക്കായിരുന്നു, പക്ഷെ മടുത്തു, ഭയങ്കര മടുപ്പായിരുന്നു. വെയില് നമുക്ക് പറ്റുന്നില്ല കേട്ടോ. അയ്യോ, ഓട്ടോയിലായതുകൊണ്ട് പിടിച്ചില്ല. ഇന്നലെ നമ്മുടെ ഓട്ടോ ചേട്ടനെ കിട്ടിയത് വലിയൊരു ഉപകാരമല്ലേ. അടിപൊളി. അയാള് അയാളുടെ നമ്പർ തരാം. ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന കൊളംബോയിൽ വരികയാണെങ്കിൽ താമസ സ്ഥലം ഞാൻ പറയില്ല, ഈ മെട്രോ ഹോട്ടൽ അടിപൊളിയാട്ടോ. ഇന്നിപ്പോ ഞങ്ങള് റൂം ചേഞ്ച് ചെയ്തു. അവിടെ തന്നെ എടുത്തു, റൂം ഒന്ന് ചേഞ്ച് ചെയ്തു. ഇതുണ്ടോ, നല്ല അടിപൊളി ബെഡ്, നല്ല സെറ്റപ്പ് ആട്ടോ. ഇവിടെ ബാത്റൂം കുഴപ്പമില്ല. അപ്പോൾ ഈ ഹോട്ടല് കുഴപ്പമില്ല, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. അതായത് ഇവിടുത്തെ 6000 രൂപ, നമ്മുടെ നാട്ടിൽ ഒരു 1800 രൂപ. പക്ഷെ AC ഒക്കെ ഉണ്ട്, നല്ല റൂം ആട്ടോ. ഞങ്ങള് ഇന്നലെ താമസം നമ്മൾ എത്ര, 2ാം നിലയിലല്ലേ, 1ാം നിലയിൽ. ഞങ്ങൾ ഇതുണ്ട് ഗൈസ്, 4ാം നിലയുടെ മണ്ടയിലാണ്. വ്യൂ പോയിന്റ്. അതെ, കണ്ടോ, ഇവിടെ 6 മണിയാകുമ്പോഴത്തേക്കും എല്ലാ കടകളും അടച്ചു. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 6 മണിയാകുമ്പോഴത്തേക്കും എല്ലാ കടകളും അടയ്ക്കും. പിന്നെ ഈ ബീച്ച് സൈഡിലേക്കൊക്കെ പോയാൽ അവിടെ ചെറിയ ചെറിയ കടകളുണ്ട്. പിന്നെ അവിടെ എല്ലാരും ഇന്നലെ നമ്മൾ പോയില്ലേ, നമ്മുടെ എന്തായിരുന്നു മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവ് അടിപൊളി കേട്ടോ. അവിടെ ആളുകൾ വൈകുന്നേരം ആകുമ്പോൾ സൺസെറ്റ് കാണാനും മറ്റേ ബീച്ചിന്റെ സൈഡിലൊക്കെ വന്നിരുന്ന് ഒരുപാട് വരും. ഞാൻ നോക്കുമ്പോ കൊച്ചി മറൈൻ ഡ്രൈവ് പോലെ തന്നെ എല്ലാവരും വന്ന് കൊടയുടെ അടിയിൽ ഇരിപ്പുണ്ട്. അതെ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുക. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നോടും വരെ ബൈ ബൈ.